അല്ല, ഇത് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് ഞങ്ങളാരും ക്ഷണിച്ചിട്ടില്ല. അതിന് കാരണം അദ്ദേഹം ഒരു പാർട്ടിയുടെ മെമ്പറും പ്രവർത്തകനുമാണ്. ഇന്നലെ മണ്ണാർക്കാട് നഗരസഭയുടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തപ്പോൾ വികസനത്തിന് എല്ലാവരും കൂടി യോജിക്കണം എന്ന് പറഞ്ഞപ്പോൾ ധാരാളം പേര് കൈയടിച്ചു. സ്വാഭാവികമായിട്ടും ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കളറും അവിടെ പരാമർശിക്കപ്പെട്ടു. സാധാരണ അദ്ദേഹം നല്ല കടുത്ത ചുവപ്പും നല്ല കടും കളറൊക്കെ ആയിട്ട് വരുന്ന ആൾ നല്ല വെള്ള ഡ്രസ്സിട്ട് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ വെള്ള ഷർട്ട് കതറാണോ എന്ന് ഞാൻ തൊട്ട് നോക്കിയിരുന്നു, നിങ്ങൾ കണ്ടോന്നറിയില്ല. അപ്പോൾ കതറല്ല, കോട്ടനാണെന്ന് പറഞ്ഞു. അപ്പോൾ കതറും കോട്ടനും ചേട്ടനും അനിയനാണെന്ന് പറഞ്ഞു. ഇത് രാഷ്ട്രീയ നിറം നൽകി മറ്റുള്ളവർ പ്രചരിപ്പിച്ചത് ഞങ്ങളുടെ കുറ്റമല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, PK ശശിക്ക് കോൺഗ്രസ് വരാൻ യാതൊരു അയോഗ്യതയില്ല. കോൺഗ്രസ് പാർട്ടി CPMലെ ഈ ആഭ്യന്തര വഴക്ക് നടക്കുന്ന സാഹചര്യത്തിൽ ആ പാർട്ടി വിട്ടുവരുന്നവരെ ഞങ്ങൾ സ്വീകരിക്കും. പൊതുവായ നയമാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല, അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരാൻ മറ്റെന്തെങ്കിലും അയോഗ്യതകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ ആയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പാർട്ടിയിൽ ആഭ്യന്തര കലഹം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ അസ്വസ്ഥത, ആ അസ്വസ്ഥതയെ കോൺഗ്രസ് കാണുന്നത് എന്താണ്? CPMന് വേണ്ടാത്തവരും CPMനെ വേണ്ടാത്തവരും വരുമ്പോൾ അത് സ്വീകരിക്കുക എന്നുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ PK ശശി എന്നല്ല, പാലക്കാട് ജില്ലയിലെ CPMൽ വലിയ പൊട്ടിത്തെറി ആസന്നമായിരിക്കുക. ആഭ്യന്തര കലാപം കൊണ്ട് അസ്വസ്ഥമായുള്ളൊരു പാർട്ടിയാണ് പാലക്കാട്ടെ CPM. അതിന്നല്ല, കുറച്ച് മാസങ്ങളായി, കഴിഞ്ഞ വർഷങ്ങളായിട്ട് പാലക്കാട്ടെ CPMൽ വലിയ അഭിപ്രായ ഭിന്നതയുണ്ട്. ജില്ലാ നേതൃത്വത്തിനെതിരായിട്ടുണ്ട്. CPMൻ്റെ നയങ്ങളിൽ വളരെ വൈരുദ്ധ്യമായിട്ടുള്ള നയങ്ങളോട് മുന്നോട്ട് പോകുമ്പോൾ അതിനോട് എതിർപ്പുണ്ട്. ഏറ്റവും താഴെ തട്ട് തൊട്ട് മുകൾ തട്ട് വരെ വലിയ അഭിപ്രായ വ്യത്യാസമുള്ള പാർട്ടിയാണ് പാലക്കാട്ടെ CPM. അപ്പോൾ വരും ദിവസങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ പരാമർശിച്ച വ്യക്തിയാകണമെന്നില്ല, പല പ്രമുഖ വ്യക്തികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്, നടത്തി വരുന്നുണ്ട്. ഈ CPMലെ അഭിപ്രായ ഭിന്നത അത് അവസരത്തിനൊത്ത് അതിന് അനുസൃതമായുള്ള പ്രവർത്തനം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടാവും. അത്രേ ഉള്ളൂ. ലൈംഗിക ആരോപണങ്ങൾ നേരിട്ട ആളാണ്, പാർട്ടി സമിതി വരെ വെച്ച് അന്വേഷണം നടത്തിയ ആളാണ്. അതൊരു അയോഗ്യതയായിട്ട് പാർട്ടി കാണുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞു, അവരുടെ പാർട്ടിക്കകത്തുള്ള ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ചൊന്നും അന്വേഷിക്കൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല. പിന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം പാർട്ടി അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അത് തന്നെ നിയമവിരുദ്ധമാണ്. കാരണം നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനം ഒരു വ്യക്തി ചെയ്താൽ അത് ചെയ്യേണ്ടത് നിയമത്തിൻ്റെ മുമ്പാണ് കൊണ്ടുവരേണ്ടത്. നീതിന്യായ വ്യവസ്ഥയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട്, നിയമവ്യവസ്ഥയെ കാറ്റിൽ പറത്തിക്കൊണ്ട് കേരളം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടി ചെയ്താന്ന് വെച്ചാൽ അത് തന്നെ നിയമവിരുദ്ധമാണ്, സംഘടനാ വിരുദ്ധമാണ്, പൊതുസമൂഹത്തിന് ചേർന്നതല്ല CPM ചെയ്യുന്നത്. അതിൽ പോലും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത്തരത്തിലൊരു ക്രിമിനൽ ഒഫൻസ് ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ, നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ കൊണ്ടുവരേണ്ടതിന് പകരം സ്വയം പാർട്ടി കോടതിയായി നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കുന്നു പറയുന്നതിൽ ഒരു കാരണവശാലും ഒരു ജനാധിപത്യ സമൂഹത്തിൽ യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല.